ഈഗോ ഒക്കെ മാറ്റിവെച്ച് രാജുവിന്റെ കൂടെ എന്നാ ഇവൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അത്ര തന്നെ. അതെങ്ങനെയാ? നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ? അതെന്താ അമ്മാവ അങ്ങനെ പറഞ്ഞത്? ഇത്രയും ദിവസം അമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അറിയാനുണ്ട്. എവിടെ ചെന്നാലും പരാതി പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിന്റെ മിടുക്ക് എനിക്ക് വീണ്ടും ബോധ്യമായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വർമ്മ സാറേ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് ഇറങ്ങാടോ. അയ്യോ, അതൊന്നും വേണ്ട വർമ്മ സാറേ. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. വർമ്മ സാർ, ഒരു മിനിറ്റ്. ശരി. വർമ്മ സാറേ, ഇത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇലക്ഷൻ വർക്ക്, ഒഴിവ് സമയത്ത് വീട്ടിലെ വർക്ക്ഷോപ്പിൽ വെൽഡിംഗ് പണി. ആ കിട്ടുന്ന പണം എങ്ങനെയാടോ തന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവിനും കുഞ്ഞിന്റെ പഠിത്തത്തിനും തികയുന്നേ? വർമ്മ സാർ ഈ പണം തിരികെ വാങ്ങണം. വർമ്മ സാറേ, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണമെന്ന് കരുതിയല്ല ഞാൻ ഇലക്ഷൻ വർക്കിന് വന്നത്. മരിക്കുന്നതിന് മുൻപ് ഒരു കെട്ടുറപ്പുള്ള വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങണമെന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് വർമ്മ സാറാ. ഞാൻ ഈ പണം തരുന്നത് നീ എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂലിയാണെന്ന് നീ കരുതിയോ? നിന്റെ ഭാര്യ എന്റെ ആരാ? അവൾ എന്റെ സഹോദരിയല്ലേ? അവളുടെയും നിന്റെ കുഞ്ഞിന്റെയും ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ തരാൻ എനിക്ക് അവകാശമല്ലേ? വർമ്മ സാറേ, നീ വീട്ടിലേക്ക് ചെല്ല. പടോ. രാജു, അവനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കണമെന്ന് നീ പറഞ്ഞപ്പോഴാണ് അവന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞത്. എല്ലാവരും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ മത്സരിച്ചോടുന്ന ഈ കാലത്ത് കൂടെ നിൽക്കുന്നവരെയും സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന നിന്റെ ഈ മനസ്സ് വലിയ മനസ്സാ. എന്താ വർമ്മ സാറേ ഈ പറയുന്നത്? എല്ലാം ചെയ്യുന്നത് വർമ്മ സാറും അതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കും. മുമ്പ് വർമ്മ സാറിന് ഒരുപാട് സമയമുണ്ടായിരുന്നു. വർമ്മ സാറ് തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും സഹായിച്ചിരുന്നു. പക്ഷേ ഇന്ന് വർമ്മ സാറിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടാണ്. ന്യായമായ കാര്യങ്ങള് വർമ്മ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കൂടെ നിൽക്കുന്ന എന്റെ കടമ മാത്ര. സാർ, എങ്കിൽ ഞാൻ ഋതികമായിട്ട് ഇറങ്ങട്ടെ വർമ്മ സാറേ? ശരി. ഋതിക മേഡം, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി സാർ. ചെറുമ ഇറങ്ങട്ടെ. ശരി മോളെ. ശരി സാർ. പോയിട്ടോ.